പടം കുഴപ്പമില്ല. ഫഹദ് ഫാസിലിന്റെ ആസിഫ് അലിയുടെ ഈ ഒരു ഫസ്റ്റ് പടവാ, ഈ വർഷത്തെ ഒരു ഫസ്റ്റ് പടവാ. അപ്പം കുഴപ്പമില്ല. അഭിനയം കാര്യങ്ങള് ഓക്കെയാ എല്ലാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കഥയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തോന്നിയത്. കഥ കുഴപ്പമില്ല. പ്രതീക്ഷിക്കാതെ വന്നൊരു സർപ്രൈസ് എലമെന്റ് സെക്കൻഡ് ഹാഫ്. നല്ലൊരു പടം. കഥ കൊള്ളാം. നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാണ്. ആസിഫ് അലിയും പൊളിച്ചു. നല്ല അടിപൊളി ഇഷ്ടപ്പെട്ടു. പോലീസ് സ്റ്റോറി കാണുന്ന ഒരു ത്രില്ലർ ടൈപ്പ് അല്ല ഈ സിനിമ. പഴയ കാലത്തെ ഒരു 40 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ പുനരാവിഷ്കരിച്ച് ആ ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു പോക്ക് അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പഴയകാല നടന്മാരെ നമുക്ക് വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റി. അതുപോലെ തന്നെ AI യൂസ് ചെയ്തിട്ടുള്ള ചില സീനുകളൊക്കെ ഉണ്ട് സിനിമയിൽ. വളരെ സർപ്രൈസിങ് റൂമേഴ്സ് ഉണ്ടായിരുന്നു ഇറങ്ങുന്നതിന് മുമ്പ്. ആ സീനുകളൊക്കെ സിനിമക്കകത്തുണ്ട്. പിന്നെ ആ ഒരു പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ആ കാലത്ത് ഒരു സിനിമ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച ഒരു കാര്യം അത് ഇങ്ങനെ ഒരു സിനിമയായിട്ട് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയും. കാരണം ഇതുവരെ കണ്ട പോലീസ് ചിത്രങ്ങൾ അന്വേഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സിനിമക്കകത്ത് നടന്ന അതും 40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥ. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഗ്രിപ്പിംഗ് ആണ് ഈ സിനിമ. പിന്നെ ഈ ഒരു ത്രില്ലർ ആരാണിത് ചെയ്തത് അതിൽ നിന്നുള്ള അങ്ങനെയുള്ള ടെൻഷനിലുപരി ഈ രണ്ട് കാലഘട്ടം കാണിച്ചിരുന്നതൊക്കെ അതിഗംഭീരമാണ്. ആസിഫ് അലിയുടെ 2025 സ്റ്റാർട്ട് ഒരു മികച്ച സ്റ്റാർട്ട് തന്നെയാണെന്നാണ് രേഖാചിത്രം കണ്ടപ്പോൾ ഉള്ള ഫീലിംഗ്. ഒന്നും പറയുന്നത് നമ്മുടെ ഒരു ക്രൈം മിസ്റ്ററി പഴയ ഒരു പടം കാതോരം പടം എടുത്ത് അതേ റെഫറൻസ് ചെയ്ത് ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ ഉണ്ടായിരിക്കുകയാണ്. കയറി കലക്കി എന്ന് വെച്ചാൽ അതുപോലെ ആസിഫ് അലി, അനശ്വര രാജൻ ഇവർ രണ്ടുപേരും നമ്പർ അതുപോലെ തന്നെ മികച്ച കഥാപാത്രം അവർ ചെയ്തിരിക്കുന്നത്. അത് വെച്ചാൽ എനിക്ക് ആസിഫിന്റെ ഏറ്റവും ഒരു കിടിലം പടമായിട്ട് എനിക്ക് തോന്നുന്നു. ക്രൈം മിസ്റ്ററി പഴയ കാലമൊക്കെ, അതായത് ഭരതനെയും നെടുമുടിയെയും അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന അടിപൊളിയായിട്ട് റെഫറൻസ് ചെയ്ത് പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്ന കിടിലം പടം എന്നും പറയാം. നല്ല പടമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അതിന്റെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ ആയതുകൊണ്ട് ഇതിന്റെ ആ ഒരു കഥ പറഞ്ഞു പോകുന്നതിന്റെ രീതി എങ്ങനെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് കടന്നും പടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇതിന് അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ ആസിഫ് അലി, അനശ്വര രാജൻ, ജഗദീഷ്, സായികുമാർ നല്ലൊരു താരനിര തന്നെയുണ്ട്. കിട്ടിയവർക്കെല്ലാം നല്ല മികച്ച റോളുകൾ തന്നെയാണ്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ആദ്യം ഈ പടത്തിന് വരുന്നതിന് മുമ്പ് ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ FIR പോലുള്ള ഒരു സിനിമ, സുരേഷ് ഏട്ടന്റെ FIR സിനിമ പോലുള്ള ഒരു സിനിമ ആയിരിക്കും എന്നാണ് എൻ്റെ ആദ്യത്തെ ചിന്ത. അങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനത്തെ സിനിമയല്ല, ഒരു മതത്തെയും ബേസ് ചെയ്തുകൊണ്ടുള്ള സിനിമയല്ല. ആരും അങ്ങനെ സംശയം വിചാരിച്ച് വരാതിരിക്കേണ്ട. ഫാമിലി ആയിട്ട് നമുക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു ത്രില്ലിംഗ് മൂവിയാണ്. ഇതൊരു കുറ്റാന്വേഷണ സിനിമയാണ്. അപ്പോൾ അതിൻ്റെതായ കഥ പറയുന്നതിൻ്റെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കായെ AI സാങ്കേതിക വിദ്യയിൽ മമ്മൂക്കായെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസ് ഉണ്ട്. നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. തിയേറ്ററിൽ വന്ന് ധൈര്യമായിട്ട് സമേതം വന്നിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. വലിയ അവകാശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ആസിഫ് അലിയുടെ ഏറ്റവും വലിയ സിനിമയൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു നല്ല സിനിമയാണ്. ധൈര്യമായിട്ട് നമുക്ക് തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റും. അനശ്വര അടിപൊളിയാണ്. അനശ്വര നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കടന്നു വരുന്ന യുവതാരങ്ങളിൽ ഏറ്റവും നല്ല ഒരു നടി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു നടിയാണ് അനശ്വര രാജൻ. എല്ലാവിധ ആശംസകളും ആ കുട്ടിക്ക് നൽകുകയാണ്. അടിപൊളി സിനിമയാണ്. കൊള്ളാം.